അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്താ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? നല്ല പേറ്റും മഴയാണ്. ഇന്നലെ രാത്രി ലൈവ് ഇടാനൊന്നും പറ്റിയില്ല, കറണ്ടില്ല, നല്ല കിട്ടി. നമ്മളെ മുറ്റത്തുനിന്ന് വീട്ടിൻ്റെ അകത്തുനിന്നൊക്കെ ഇടിവെട്ടണ മാതിരി ജനലൊക്കെ അങ്ങനെ ജർക്കിങ്, വീടിന് മൊത്തം ജർക്കിങ്. അത്രയ്ക്ക് ശക്തിയായ മഴയും കാറ്റുമായിരുന്നു. കാറ്റില്ല, ഇടിയും മഴയും. അപ്പോൾ അത് കാരണമാണ് ഇന്നലെ രാത്രി ലൈവ് ഇടാതിരുന്നത്. ഏതായാലും ഒരു നേരം എല്ലാവരും മിസ് ചെയ്യും. പിന്നെ ഇന്നിപ്പോൾ അത് ഞാൻ പറയാനല്ല കേട്ടോ, എനിക്ക് കമൻറ്റ് ഇട്ടതിന് ഞാനൊരു മറുപടി ഇന്നലെ ഇട്ടിരുന്നു. അപ്പോൾ 2 കുട്ടികളിട്ട കമൻറ്റിന് ഞാൻ മറുപടി ഇട്ടിട്ടില്ല, ഒരാളുടെ ഇതിന് മാത്രമാണ് മറുപടി ഇട്ടിരിക്കുന്നത്. ശൈത്താൻ്റെയും കടലിൻ്റെയും നടുക്കായ മാതിരിയാണ് ഇപ്പോൾ. അതായത് വീഡിയോസ് ചെയ്തില്ലെങ്കിൽ കുറേ ആൾക്കാർ പറയും, എന്താ താത്ത വീഡിയോസ് ചെയ്യാത്ത, നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നു. അപ്പം ഞാൻ എൻ്റേതായ ഇതിലെടുത്തിട്ട് മറ്റുള്ളവരെ ഒരുപാട് വേദനിപ്പിക്കാതെ ഒരു പാകത്തിനല്ലേ എൻ്റേതായ ശൈലിയിലെടുത്ത് ഞാനതൊരു പ്രതികരണം നടത്തും. അപ്പോൾ അത് കാണുമ്പോൾ മറ്റുള്ളവർ വന്നിട്ട് പറയും, എന്തെങ്ങൾക്ക് ഇത് പറയേണ്ട ആവശ്യം, എന്തെങ്ങൾക്ക് ഇത് പറയേണ്ട ആവശ്യം, നിങ്ങളെന്തിനാ അങ്ങനെ പറയണേ, നിങ്ങളെന്തിനാ ഇങ്ങനെ പറയണേ, നിങ്ങൾ ആ അവസ്ഥയിലൊന്ന് ജീവിച്ച് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് അറിയുള്ളൂ. മറ്റുള്ളവരില്ലാതെ മക്കളെ, ഞങ്ങൾ ഈ അവസ്ഥയിലൊക്കെ ജീവിച്ച തന്നെയാണ്. 1 2 എണ്ണം അല്ല, 2 3 എണ്ണം അല്ല, 7 എണ്ണം ജീവിച്ചു വന്നാണ്. 7 എണ്ണം, 1 2 എണ്ണം അല്ല മക്കളെ, 7 എണ്ണം. അപ്പോൾ ആ അനുഭവം വെച്ച് തന്നെയാണ് പറയുന്നത്. പിന്നെ ചിലർ വന്നിട്ട് പറയണത്, എന്തിനാ അവർക്ക് കമൻറ്റ് ഇട്ട് കൊടുക്കണം, ഇവർക്ക് കമൻറ്റ് ഇട്ട് കൊടുക്കണത്, അവരെ കൂടെ എന്തിനാണ് കൂടുന്നത്, ഇവരെ കൂടെ എന്തിനാണ് കൂടുന്നത്. ഞാൻ ആരെ കൂടിയില്ല, ഞാൻ എൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ, ആരെ കൂടെ ഞാൻ കൂടിയിട്ടില്ല. പിന്നെ നമ്മൾ കാണാം, ഞാൻ എല്ലാവരുടെ വീഡിയോസും കാണുന്നുണ്ട്. ഒരാളെ വീഡിയോസും ഞാൻ ഈ സ്ത്രീകളായിട്ട് ചെയ്യുന്ന ഏകദേശം എനിക്കറിയാവുന്ന എല്ലാവരുടെ വീഡിയോസും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ കമൻ്റ് ഇടില്ല, ലൈക്ക് ഇട്ടിട്ട് പോരും. കമൻ്റ് ഇടില്ല, കാരണം നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ഉപകാരം അത് ചെയ്തിട്ട് പോരും. ലൈക്ക് ഇട്ടിട്ട് ഞാൻ പോരും, കമൻ്റ് ഇടുന്നില്ല. കാരണം കമൻ്റ് ഇട്ടാൽ എനിക്കറിയാം, കാരണം ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ട് കുറേ പാർട്ടികൾ ഇരിക്കുന്നുണ്ട്. ആരുടെ ലൈവിലാണ് ആരാണ് കയറുന്നത്, ആരാണ് കമൻ്റ് ഇടുന്നത്, എങ്ങനത്തെ കമൻ്റാണ് ഇടുന്നത്, ഇതൊക്കെ നോക്കിക്കൊണ്ട് കുറേ ആൾക്കാർ നിരീക്ഷണത്തിലുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മളെ വായിൽ നിന്നൊന്ന് വീണ് പോയാൽ അതുമ്മ കയറി അവർ പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കമൻ്റ് ഇടാതെ ലൈക്ക് അടിച്ചിട്ട് പോരുന്നത്. കുറച്ച് നേരം നോക്കും, എന്നിട്ട് അവർ പറയുന്ന അവരുടെ അഭിപ്രായങ്ങളാണ്. പിന്നെ നിങ്ങളെന്തിനാ പറയണത് വെച്ചാൽ എനിക്കൊരഭിപ്രായമുണ്ട്. ഈ കമൻ്റ് ഇട്ട ആളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അണക്കൊരഭിപ്രായം ഉണ്ടായത് കൊണ്ടല്ലേ നീ എനിക്ക് ആ അഭിപ്രായം കമൻ്റ് ഇട്ടത് അല്ലേ? അതേമാതിരി ഒരു അവകാശം എനിക്കുമില്ലേ? ഞാനും നിന്നെപ്പോലെയുള്ളൊരു മനുഷ്യനല്ലേ? അപ്പോൾ എൻ്റേതായ അഭിപ്രായം എനിക്കുമില്ലേ? പിന്നെ അടുത്ത ചോദ്യം വന്നത്, ഇന്നലെ വന്നാണ് കേട്ടോ ആ ചോദ്യം, കൂട്ടവും കുടുംബവും ഭർത്താവും മറ്റുള്ളവരെയും ആങ്ങളമാരെയൊക്കെ പേടിയുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ചെയ്യുമെന്ന്. എന്തിന് ഞാൻ പേടിക്കണ്? ഞാൻ ഒരാളെ മുതൽ കട്ടിട്ടില്ല, അതേമാതിരി ഒരാളെ കൊന്നിട്ടില്ല, ഒരാളെയൊക്കെ നുണ പറഞ്ഞൊന്നും വാങ്ങിയിട്ടില്ല, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് പേടിയല്ല ഉള്ളത്, ബഹുമാനമാണ് ഉള്ളത്. ഈ ബഹുമാനം ഉള്ളത് കൊണ്ടാണ് ഞാൻ തെറി പറയാത്തത്. മനസ്സിലായോ? എൻ്റെ കമൻ്റ് ഇട്ട ആളോടെ ഞാൻ പറയണത്, മനസ്സിലായോ? കാരണം തെറി പറയാതിരിക്കുന്നത് ബഹുമാനം കൊണ്ടാണ്. അത് അവരേന്ന് മാത്രമല്ല, മറ്റാര് നമ്മളെ വായിന്ന് അങ്ങനെ ഒരു തെറിയായിട്ടുള്ള ഇത് വന്നിട്ട് പറയാനറിയായിട്ടൊന്നല്ല. എനിക്ക് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈ തെറി പറയുന്ന ആൾക്കാരില്ലേ, ഈ പറയുന്ന ആൾക്കാർ പറയുന്നതിനേക്കാൾ മറ്റൊരു ഭാഷയിൽ എനിക്കൊരു തെറി പറയാനറിയാം. കാരണം നിങ്ങൾക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഭാഷയുണ്ട്, ട്രൈബൽ ഏരിയയിൽ സംസാരിക്കുന്ന ഒരു ഭാഷ. ആ ഭാഷയിൽ തെറി പറയാം. എനിക്ക് എൻ്റെ മനസ്സിന് സമാധാനം കിട്ടും, ആരോടെങ്കിലും എനിക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ. പക്ഷെ കേൾക്കുന്നവർക്ക് എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. അങ്ങനെയുള്ളൊരു ഭാഷ ഉണ്ട്, അത് നിങ്ങൾക്കറിയോ? ലിപി ഇല്ലാത്ത ഭാഷയാണത്. അതായത് അതിന് എഴുത്തില്ല. ഈ എഴുത്തുണ്ടെങ്കിലാണ് ആ ഭാഷയിൽ നമുക്ക് പറഞ്ഞ ആ ഒരു പുസ്തകമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടോ ഇത് വായിച്ച് നോക്കിയിട്ട് ഇന്നതാണ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ലിപി ഇല്ല, അതുകൊണ്ട് ആ ഭാഷയിൽ തെറി പറയാം. അതും എനിക്കറിയാം ആ ഭാഷയിൽ. ഞാൻ അതല്ല നിങ്ങളോട് പറയണത്. ഞാൻ ഒരുപാട് അനുഭവങ്ങൾ, ഈ 5 6 മക്കൾ 7 മക്കൾ എൻ്റെ അമ്മ വെച്ച് ജീവിച്ച് വന്ന ഒരു മനുഷ്യൻ്റെയും ഒരാളേക്കൊന്നും ഒന്നും വാങ്ങാതെ തന്നെയാണ് പട്ടിണി കടന്ന് നല്ല അര മുറുക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിച്ചു വന്നിരിക്കുന്നത്. അന്ന് സഹായം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പടച്ചറബി അത് അള്ളാഹു സ്വീകരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ അടുത്തുള്ളത് ജാതി മതവും മറ്റതൊന്നും നോക്കാതെ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, ഹിന്ദു മതക്കാരുണ്ടായിരുന്നു, ചട്ടിയും കലം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ,
അവരുണ്ടായിരുന്നു, മുസ്ലിംസുകളുണ്ടായിരുന്നു. ഇവരെ വീട്ടുകളിൽ നിന്നൊക്കെ കപ്പ, അതേമാതിരി എൻ്റെ വാപ്പാൻ്റെ അമ്മ അംഗൻവാടിയിലെ ഹെൽപ്പറായിരുന്നു. അവിടെ നിന്നുള്ള ഗോതമ്പം, എണ്ണ, അരി, ചോളകപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടുന്ന് ആ ടീച്ചർ, കാരണം ഞങ്ങളെ അവസ്ഥ കണ്ടിട്ട് ആ ടീച്ചർ കൊടുത്തു വിടും എൻ്റെ വല്യമ്മാൻ്റെ അടുത്ത്. അല്ലെങ്കിൽ ഞങ്ങൾ ചെറിയ കുട്ടികളാണ്, അല്ലെങ്കിൽ വല്യമ്മക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ വല്യമ്മ ഞങ്ങളെ വിളിക്കും, ഇന്ന ദിവസം അങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കും നിങ്ങളോട് ടീച്ചർ. കാരണം 7 മക്കളാണ്. ഈ 7 മക്കളിൽ 3 ഒന്നിനും ഗതിയില്ലാത്തതെന്ന് പറഞ്ഞാൽ നീച്ച് ഒന്ന് ഇറങ്ങിപ്പോകാൻ വരെ പറ്റാത്ത കുട്ടികളേക്കാരം. ഒരു വയസ്സല്ലേ. അപ്പോൾ അങ്ങനത്തെ മക്കളാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ജീവിച്ച് വന്നിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ കഷ്ടപ്പാടും ദുരിതവും അറിയാതെ ജീവിച്ച് വന്നവരല്ല. പിന്നെ മറ്റേ 2 കുട്ടികൾ എന്നോട് പറഞ്ഞ കമൻറ്റിൽ ഞാൻ അത് കഴിയട്ടെ എന്നിട്ട് പറയാമെന്ന് കരുതിയാണ്. പക്ഷേ ഇതിന് ഞാൻ റീപ്ലൈ കൊടുത്തപ്പോൾ അതിന് വീണ്ടും വന്ന് മറുപടി പറയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇതിനെപ്പറ്റി പറയേണ്ടി വന്നത്. 2 കുട്ടികൾ വേറെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഫോണൊന്നുള്ളൂ, അതല്ലാന്നുണ്ടെങ്കിൽ ആ വിട്ട കമൻറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ എടുത്ത് ഫോണിൽ കൂടെ അങ്ങനെ കാണിച്ചു തന്നേനെ. അത് പറ്റില്ല, എൻ്റെ വീഡിയോസുകൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ വീഡിയോസിലുണ്ടാവും അവർ വിട്ട കമൻറ്റ് എന്താണെന്ന്. 22 വയസ്സിൽ 3 കുട്ടികളായപ്പോഴത്തേനും ഭർത്താവ് മരിച്ചു. ഇത് ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയല്ല, ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഓരോരുത്തർ നമ്മളോട് പറയുന്നതിനെ പറയാണ്. അല്ലാതെ മറ്റൊരാൾക്ക് താരതമ്യം ചെയ്തുകൊണ്ട് ഇതേമാതിരി നീയും ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറയണത്. ഇങ്ങനെയും ജീവിക്കുന്നുണ്ട്, ഇങ്ങനെയും ഞാൻ അറിയുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെന്ന് അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ 22 വയസ്സായപ്പോഴത്തേനും 3 കുട്ടികളുണ്ട്, ഭർത്താവ് മരിച്ചു. ആ 3 കുട്ടികളെയും ജോലിക്ക് പോയിട്ടാണ് ഈ 3 കുട്ടികളെയും പഠിപ്പിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അതിന് സഹായിച്ചെന്ന് വരില്ല, എല്ലാവരും അങ്ങനെ ചെയ്തെന്ന് വരില്ല. അപ്പോൾ എൻ്റെ ഉമ്മ 7 മക്കളെയും കൂലിപ്പണിക്ക് പോയിട്ടും ഇതേമാതിരിയുള്ള ചെറിയ ചെറിയ സഹായം ഞങ്ങൾ അയലോക്കത്തെ വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ സഹായങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കപ്പ, പപ്പയ്ക്ക, കൂട്ടാൻ വെക്കേണ്ട സാധനങ്ങൾ, കാന്താരി മുളക്, അല്ലാത്ത മുളകുകളൊക്കെ ഉണ്ടാക്കും, പച്ചമുളക്, പച്ചക്കറി ഐറ്റങ്ങൾ മൊത്തം ഉണ്ടാക്കും. ഈ നമ്മളെ ഈ ക്രിസ്ത്യൻ സമുദായത്തിന് ഇതുണ്ട്, അവർക്കുള്ള പച്ചക്കറികളൊക്കെ അവരുണ്ടാക്കും. നമ്മളാൾക്കാരുണ്ടാക്കൂലേ, നമ്മളാൾക്കാർ ഞങ്ങളതിലൊക്കത്തുണ്ടായിരുന്നൊക്കെ കുരുമുളക്, കപ്പ, ഈ 2 സാധനം ഉണ്ടാക്കിയെന്നുള്ളൂ. കുരുമുളകും കപ്പയിടും അവർ, അതിനു വേണ്ടി ശ്രമിക്കും. അതിന് കുരുമുളകും തന്നിട്ടുണ്ട്, കപ്പയും തന്നിട്ട്, അങ്ങനെ പലവരും പല സഹായങ്ങളുള്ളവർ നമുക്ക് തരും. അത് നമുക്ക് ആ സഹായം ആവശ്യമില്ലാതെ ആകുന്ന സമയത്ത് അവർക്കറിയാതെ ആവശ്യമില്ല എന്ന്, അപ്പോൾ അവർ നമുക്ക് തരൂല്ല. അപ്പോൾ 22 വയസ്സായ കുട്ടി ഒന്നും 35 വയസ്സായ ഒരു കുട്ടിയും, ഇവർ 2 ഭർത്താവില്ലാതെ കൂലിപ്പണി എടുത്ത് സ്വന്തം മക്കളെ നോക്കണമല്ലോ. ഓൽക്ക് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ടാണ്. സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടിയേനെ, അതില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതും ഇതും ഒന്നിച്ച് ഞാൻ ഇതുപോലെ നീ ജീവിക്കണം എന്നല്ല പറയുന്നത്, ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് കമൻ്റ് ഇടുന്ന ആളോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ പോയി കമൻ്റ് ഇടുന്ന, അവരെ കൂടെ പോയി കമൻ്റ് ഇടുന്ന നിങ്ങൾക്കൊക്കെ അല്ല, എനിക്ക് കമൻ്റ് ഇടാൻ നിനക്ക് അവകാശമുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് പോയി കമൻ്റ് ഇടാനുള്ള അവകാശം എനിക്കുണ്ട്. എൻ്റെ ഫോണ്, എൻ്റെ നെറ്റ് ഇടുന്നത് ഞാൻ. അത് ആ ഇടുന്നത് വല്ല അനാവശ്യമായ കമൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ വന്ന് ചോദിക്കാം, എന്തിനാണ് നീ അനാവശ്യമായ കമൻറ്റ്? ഞാൻ ഒരിടത്തും ഇട്ടിട്ടില്ല അനാവശ്യമായ കമൻറ്റ്, ഒരിടത്തും ഇട്ടിട്ടില്ല, അനാവശ്യമായ വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ കയ്യിൽ നിന്നിട്ടിട്ട് ഒരു അക്ഷരം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അവർ പറയുന്ന വാക്ക് തന്നെയാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ അവർ പറയുമ്പോൾ അത് തെറ്റല്ല, ഞാൻ പറയുമ്പോൾ അത് തെറ്റാവുന്ന എങ്ങനെയാണ്? അവർ പറയുന്ന വാക്ക് അവർ പറയുമ്പോൾ അത് ശരിയും, ഞാൻ പറയുമ്പോൾ അത് തെറ്റാവുന്ന എങ്ങനെയാണ്? അതെനിക്ക് മനസ്സിലാവില്ല. അത് ഈ കമൻ്റ് ഇട്ട ആളോട് എനിക്കൊന്ന് ചോദിക്കാനുള്ളതാണ്. പിന്നെ അത്രയ്ക്കും ബഹുമാനിച്ച് ഈ പറയണ മാതിരി അച്ചടക്കത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇതെല്ലാം എനിക്ക് കമൻ്റ് ഇട്ട് ചോദിച്ചാൽ പേടിയുണ്ടെങ്കിൽ വരില്ലെന്ന്, അതേ പേടി തിരിച്ചുണ്ടെങ്കിൽ ഈ മറ്റുള്ളവർ ഇടുന്ന വീഡിയോസുകളെല്ലാം കണ്ട് ഇതിന് ഇങ്ങനത്തെ കമൻ്റ് ഇടാൻ തൂണ്ടിയിടാൻ നിൽക്കില്ല. കാരണം അപ്പോൾ ഈ നല്ല കമൻ്റ് ഇട്ട പ്രിയപ്പെട്ട മുത്തുമണി വിചാരിക്കാൻ എന്തേക്കാരം അവരെന്തോ ആയിക്കോട്ടെ ഞമ്മക്കെന്താ എന്നാണ് വിചാരം. ഞാൻ കുറേ അങ്ങനെ വിടൽ, ഞാൻ ഈ കമൻ്റ് ഇടാൻ പോവാത്ത തന്നെ അതാണ്. കാരണം എന്തോ ആയിക്കോട്ടെ നമുക്കെന്താ, അവരായി അവരെ പടച്ചോനായി. തെറി പറയാനും പോകാത്തതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം നമുക്ക് തെറി പറയാൻ അറിയായിട്ടല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് തെറി പറയാനാണ്. അപ്പോൾ ഇനി കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഞാൻ എടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ വാക്ക് തന്നെയാണ്. പക്ഷേ അവർ പലപ്പോഴായിട്ട് പറയുന്നു, ഞാൻ അതെല്ലാം കൂടി ഒരു വീഡിയോസിലിടുന്നു. ഇതാണ് അതിൻ്റെ മാറ്റം, വേറൊരു മാറ്റമല്ല. അപ്പോൾ എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. എന്തെങ്കിലും കമൻറ്റുകൾ ഇതിനും വരാതിരിക്കില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ടൻറ്റ് ഉണ്ടാക്കി നിങ്ങൾ തരും, ഞാൻ അതിനെ ഇങ്ങനെ കണ്ടൻറ്റ് ആക്കിയിട്ട് വീഡിയോസുമായിട്ടും വരും. ഞാൻ അതന്നെ ഞാൻ പറഞ്ഞു, എനിക്കൊരു
ഫോണില്ല. ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ വന്ന കമൻറ്റും അതും എല്ലാം കൂടി ഞാൻ എടുത്ത് വെച്ചു. ഇന്നലെ എഴുതാൻ നോക്കുമ്പോൾ ഒരുപാടുണ്ട്, അത് എഴുതാൻ പറ്റണില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് എത്ര വെച്ചിട്ട് എഴുതുക? പാട്ടുകൾ തന്നെ എഴുതിയത് കണ്ടില്ല നിങ്ങൾ. ഇത്രയും ബുക്കുകൾ ഞാൻ എഴുതി കൂട്ടുക, അതൊക്കെയും പാട്ടുകൾ എഴുതി കൂട്ടുന്ന ബുക്കുകളാണ്. ഞാൻ അതിൻ്റെ പുറത്ത് കമൻറ്റും കൂടി എഴുതി കൂട്ടാൻ എന്നെ കൊണ്ട് വെച്ചാൽ അതുകൊണ്ടാണ്. അപ്പോൾ ശരി, എന്നാൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ് ആയുസ്സുണ്ടെങ്കിൽ.